all, this is Cock Tarun Murthy. Thank you. മോഹൻലാൽ, ലാലേട്ടൻ ഇങ്ങനെ. അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ പോയി അവന് വേണ്ട ഡ്രസ്സുകളും കോപ്രായങ്ങളൊക്കെ എടുത്തിട്ട് എന്നിട്ടാണ് റിവ്യൂ ചെയ്യണത്. പക്ഷെ വീട്ടിൽ പോലും എത്താതെ കാറിലിരുന്ന് റിവ്യൂ ചെയ്യാൻ അത്രയും നേരം ഉള്ള ക്ഷമ അവനില്ലാണ്ട് കാറിലിരുന്ന് റിവ്യൂ ചെയ്യണമെങ്കിൽ ആ പടത്തിൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ശരീരത്തിലെ ഫുൾ രോമങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾ മക്കളെ, നിങ്ങൾ ആ പടം പോയി കണ്ടേ പറ്റുള്ളൂ. പോയി കാണുന്നെ വേണം. നിങ്ങൾക്ക് ആ അനുഭവിച്ചറിയണം. ഇമോഷണലി ഹീറോയിസം, ലാലേട്ടൻ്റെ പഴയ ആ കൊഞ്ചലുകളും ലാളിത്യവും, വീട്ടിൽ ശോഭനായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ചുമ്മാ ഒരു എമ്പുരാൻ പോലെയൊക്കെ ഒരു ഹീറോയിസം ലെവൽ മാത്രമല്ല, ഒരു അച്ഛനായിട്ട്, ഒരു ഭർത്താവായിട്ട്, ഒരു റിവെഞ്ച് ചെയ്യുന്ന ഒരാളായിട്ട്. മോനെ തരുൺ മൂർത്തി, മുത്താണ് നിങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് കുറേ നാളായിട്ട് നമ്മളെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ഒന്ന് വിസിലടിക്കുക, ഒന്ന് ആർത്ത് കൈയടിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ലൂസിഫറും എമ്പുരാനൊക്കെ വന്നാലും നമുക്കത് സത്യത്തിൽ മോഹൻലാലിൻ്റെ എല്ലാ ലെവലും അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് എനിക്കത് കിട്ടിയിട്ടുള്ള ഒപ്പത്തിലാണ്. നേരിൽ പോലും എനിക്ക് കിട്ടിയില്ല, ഒപ്പത്തിലാണ്. ലാലേട്ടൻ്റെ ആ അഭിനയം കണ്ടിട്ട് നമുക്ക് കൊണ്ട് ഉള്ളിൽ നിന്ന് ഈ മനുഷ്യനെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്നത് ഒപ്പത്തിലാണ്. അതിന് ശേഷം ലാലേട്ട നിങ്ങളെ കൊണ്ട് തന്നെ ഇത് പറ്റുള്ളൂ. എൻ്റെ പൊന്നേ, നമ്മൾ കഥയുടെ കൂടെ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സ്ക്രീൻ പ്ലേ. നമ്മൾ ഒറ്റ നിമിഷം പോലും നമുക്ക് ലാഗ് അടിച്ചിരിക്കില്ല. നമ്മൾ മൊത്തത്തിൽ ആ സിനിമയായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആവും. ഫസ്റ്റ് ഹാഫ് നമ്മളെ മോഹൻലാലിൻ്റെ പഴയ ജ്യേഷ്ഠകളും അശ്വന്ത് കോക്കിന് തന്നെ റെഫറൻസ് ഉണ്ടായില്ല മലങ്കൾട്ട് എന്നൊക്കെ പറയണത്, വീട്ടിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് കയറി കത്തും പടം. നമുക്ക് മറ്റേ കുതിരോട്ടം പപ്പുവിൻ്റെ മോനൊക്കെ, അത് മാത്രമല്ല ആ വില്ലൻ്റെ കാര്യം പറയണം. ആളൊക്കെ ഹെവിയാണ്. ആളെ ഫസ്റ്റ് മൂവിയാണെന്നൊന്നും ഒരിക്കലും കണ്ടാൽ പറയില്ല, ഹെവിയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ, എങ്കിൽ വലിയ നഷ്ടമായിരിക്കും. ടൈറ്റിൽ കാർഡും പിന്നെ അവസാനം വരുന്ന സീനുണ്ട്, മോഹൻലാലിനെ എഴുതി കാണിച്ചിട്ട് തുടരും. നിങ്ങൾ എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായിക്കോ, എന്തിലൊക്കെ ചെന്ന് പെട്ടാലും, സിദ്ദിഖ് പറഞ്ഞ പോലെ പണ്ട് 10-15 പടം മോഹൻലാലിൻ്റെ പൊട്ടിയാലും ഒരൊറ്റ പടം മതി ലാലേട്ടൻ്റെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട്. അത് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. ശരിക്ക് നിങ്ങൾ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ പടമാണ്. തരുൺ മൂർത്തിക്ക് വലിയ താങ്ക്സ്, ബിഗ് സല്യൂട്ട്.